കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഇന്നേ ദിവസം ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 24-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവർ അവനെ എടുത്തു ഒരു കുഴിയിൽ ഇട്ടു. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനോട് ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. യാക്കോബ് ഒരിക്കൽ ജോസഫിനെ വിളിച്ചു. സഹോദരന്മാർ ക്ഷേമമായിരിക്കുന്നുവോ എന്നറിയുവാനും ആടുകൾ നന്നായിരിക്കുന്നുവോ എന്നറിയുവാനുമായി ജോസഫിനെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നു. വളരെ ദൂരം യാത്ര ചെയ്ത് ജോസഫ് ഒടുവിൽ സഹോദരന്മാരെ കണ്ടെത്തി. ജോസഫിനെ ദൂരവേ കാണുമ്പോൾ തന്നെ അവനെ കൊല്ലുവാൻ അവർ പദ്ധതി ഉണ്ടാക്കി. എന്നാൽ രൂബേൻ ഇടപെട്ടത് മൂലം കൊല്ലാതെ വണ്ണം ജോസഫിനെ ഒരു കുഴിയിൽ അവർ ഇട്ടു കളഞ്ഞു. ആ വാക്യമാണ് നാം വായിച്ചത്. അവർ അവനെ എടുത്തു ഒരു കുഴിയിൽ ഇട്ടു. പിൻകാലത്ത് ജോസഫ് പറയുന്നു, നിങ്ങളോ എനിക്ക് ദോഷം നിരൂപിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ അത് ഗുണമാക്കി തീർത്തു. ജോസഫിന് തൻ്റെ സഹോദരങ്ങൾ കൊടുത്ത കുഴിയെ ദൈവം ഒരു വഴിയാക്കി മാറ്റി. കുഴിയെ വഴിയാക്കി മാറ്റുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം, എന്ത് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും അതിനെ വഴിയാക്കി അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു ചിന്തകൻ ഒരിക്കൽ പറഞ്ഞത്, we must see all our disappointment as God's appointment. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിരാശകളും ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള വഴികളായി നമുക്ക് കാണുവാൻ കഴിയണം. ജോസഫിനെ അവർ കുഴിയിലിട്ടത് അവൻ്റെ നന്മയ്ക്കായിരുന്നില്ല, പക്ഷേ ദൈവം അതൊരു വഴിയാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഗുണപാഠമായി ഇരിക്കട്ടെ. ഒരുപക്ഷെ നാം വിചാരിക്കാത്ത കുഴികൾ, നാം ചിന്തിക്കാത്ത താഴ്ചകൾ ജീവിതത്തിൽ നേരിടാം. അതിലൂടെ ഒരു വഴി ഒരുക്കി നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം മറന്നു പോകുന്നത്. ജോസഫ് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഭക്ഷിച്ച ശേഷം ആണ് അവർ ജോസഫിനെ ഇങ്ങനെ ചെയ്തത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഈ സഹോദരങ്ങൾ കാലിച്ചാക്കുമായി ജോസഫിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. നമ്മുടെ ദൈവം ചരിത്രം മാറ്റി എഴുതും. നമ്മുടെ ദൈവം കുഴികളെ വഴികളാക്കി മാറ്റും. നമ്മുടെ ദൈവം ദോഷം നിരൂപിച്ചാലും അത് ഗുണമാക്കി തീർക്കും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പല വിഷയങ്ങളിൽ ഭാരത്തോടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിലെ നിരാശകൾ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള വഴികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.